ഇനി നിങ്ങൾക്കൊരു പ്രസംഗം കേൾക്കാൻ സാവകാശം ഉണ്ടാവില്ല എന്നെനിക്കറിയാം, പറയാൻ എനിക്ക് മടിയുമാണ്. പ്രാരംഭ ദിവസം മുതൽ എത്രയോ അനുഗ്രഹീതമായ ദൂതുകളാണ് ദൈവം നമുക്ക് തന്നത്. ദൈവത്തിൻ്റെ മുഖം പ്രസന്നമാകാൻ തക്കവണ്ണമായിരിക്കണം ജീവിതം. ആദ്യത്തെ ഉദ്ഘാടനത്തിൽ അങ്ങനെയാണ്. ഒരു പോസിറ്റീവായിട്ട് ആളുകളോട് സംസാരിക്കണം. എനിക്കും അതാണ് പറയാനുള്ളത്. നെഗറ്റീവായുള്ള സംഗതികൾ ധാരാളം നമ്മുടെ മുമ്പിലുണ്ട്. വചനം കേട്ട് അനുസരിക്കുന്ന മക്കളായി നിങ്ങൾ പുറപ്പെട്ടു പോകുക. സാക്ഷ്യമുള്ളൊരു സമൂഹമായി നിലനിൽക്കുക. ക്രിസ്തുവിനെ അറിയാത്ത ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ള ഭാരം നിങ്ങൾക്കുണ്ടാകുക. ഇന്ന് കുർബാന മധ്യേ പ്രാർത്ഥിക്കാൻ ഒരു വിഷയം ഞാൻ ഓർത്തതാണ്, മറന്നുപോയി. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടി 1 വർഷമായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം ഒരു മറുപടി തന്നതാണ്. അത് ഉടമ്പടി അഭംഗരം പുലർത്തുവാനും നരഹത്യയിൽ നിന്ന് ദൈവമേ ഈ ജനങ്ങളെ രക്ഷിക്കുന്നതിനും ദൈവത്തിൻ്റെ ഈ പദ്ധതി പോലെ നമുക്കതിനെ സ്വീകരിക്കാം. ഇരു രാജ്യങ്ങളും ഇരു സമൂഹങ്ങളും അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ദൈവമേ കനിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ക്രൈസ്തവ ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഞായറാഴ്ചയാണല്ലോ. ഈ ആഴ്ചകളൊക്കെ നടക്കുന്ന പ്രാർത്ഥനാക്കൂട്ടങ്ങൾ പലതുണ്ട്. ഉള്ളിൽ ക്രിസ്തു ഉള്ളവർക്ക് മാത്രമേ ക്രിസ്തുവിനെ സാക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഉള്ളിൽ ക്രിസ്തു ഉള്ള മക്കളായി നമുക്ക് ജീവിക്കാം. സാക്ഷ്യമുള്ളൊരു സമൂഹമായി ജീവിക്കാം. മാർത്തോമാ സഭ ഒരു കൊച്ചു സഭയാണ്. എന്നാൽ ആ സഭയ്ക്ക് കൊടുക്കാൻ ധാരാളം വലിയ വലിയ ക്രിസ്തു മാർഗങ്ങളുണ്ട്. അതിൽ ഉറച്ചു നിൽപ്പാൻ വൈദികരെയും ജനങ്ങളെയും ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തിരുമേനിക്ക് ശരീര സൗഖ്യം ബലം അധികമായി ഉണ്ടായിരുന്ന ഈ സഭയെ നയിപ്പാൻ ദൈവിക പരിജ്ഞാനം കൊണ്ട് നിറയണമേ നിങ്ങൾ അധികമായി പ്രാർത്ഥിക്കണം. കേരളത്തിലെ എല്ലാ സഭകളെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ ഒരു പ്രാർത്ഥനാ വിഷയമാണ്. സമാധാനം ഭഞ്ജിക്കപ്പെടുന്ന ഈ കാലത്ത് ദൈവമേ സാത്താൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് ഈ സഭയെ രക്ഷിച്ച് ദൈവിക സമാധാനം കൊണ്ട് അതിനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. ഈ 16 അംഗസംഖ്യ കൂടുന്നില്ല. ഇത് കാലത്തിൻ്റെ ഒരു തെളിവാണ്. ഇനി ഇത് വർദ്ധിച്ചു വരും. കുട്ടികളില്ലാതൊരു കാലമുണ്ടാകും. ആരാധിക്കാൻ ആളുകളില്ലാതെ പള്ളികളുണ്ടാകുമോ ദൈവമേ, എൻ്റെ മനസ്സിൻ്റെ ഭാരമാണ്. നിങ്ങൾക്കും അതൊരു ഭാരമായി തീരണം. നമ്മുടെ കുട്ടികളെല്ലാവരും ദൈവമായുള്ള ബന്ധത്തിൽ വളരണം. ഇന്നലെ അനുഗ്രഹമായ ഒരു കുട്ടികളുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അവരെല്ലാവരും പള്ളി ആരാധനയിലും സൺഡേ സ്കൂളുകളിലും മിടുക്കരായി പഠിക്കുന്നതിനും വളരുന്നതിനും സാക്ഷിക്കുന്നതിനും ദൈവം അവർക്ക് തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുട്ടികളില്ലാത്തതല്ല കാരണം എന്നെനിക്കറിയാം. കുട്ടികളെ അതുപോലെ നിങ്ങൾ നിർബന്ധിക്കാത്തതുകൊണ്ടാണ്. മാതാപിതാക്കളുടെ ഒരു വലിയ കടമയും ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി വന്ന് ദൈവത്തിന് നന്ദിയും സാക്ഷ്യവും ഉള്ള സമൂഹമാക്കി തീർക്കുക എന്നുള്ളത്. അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.